ക്രിസ്ത്യാനോ റൊണാൾഡോ, ദ അൺസ്റ്റോപ്പബിൾ ക്രോണിക്കിൾസ്. ചില കളിക്കാർ ജനിക്കുന്നത് ചരിത്രത്തിന്റെ ഭാഗമാകാനാണ്. എന്നാൽ മറ്റു ചിലരുണ്ട്, അവർ ചരിത്രം തന്നെ തിരുത്തു കുറിക്കാൻ ജനിച്ചവരാണ്. പോർച്ചുഗലിലെ മഡ്രിഡ് എന്ന കൊച്ചുദ്വീപിൽ ദാരിദ്ര്യത്തിന്റെ കയ്പുനീര് കുടിച്ച് ഹൃദയമിടിപ്പിന്റെ താളം തെറ്റിയ ഒരു രോഗാവസ്ഥയിൽ നിന്ന് ലോക ഫുട്ബോളിന്റെ സിംഹാസനത്തിലേക്ക് ഒരാൾ നടന്നു കയറിയെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പരാജയങ്ങളിൽ തളർന്നു പോകുന്നവരോട് അയാൾക്ക് പറയാൻ ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നിങ്ങൾ എന്നെ എത്രത്തോളം താഴത്തേക്ക് തള്ളിയിടുന്നുവോ അത്രത്തോളം ശക്തമായി ഞാൻ തിരിച്ചു വരും. കളിക്കളത്തിൽ അയാൾ വെറും ഒരു കളിക്കാരനല്ല, ഒരു വേട്ടക്കാരനാണ്. പെനാൽറ്റി ബോക്സിനുള്ളിൽ ഇരച്ചു കയറുന്ന ഒരു കൊടുങ്കാറ്റ്, വായുവിൽ സെക്കൻഡുകളോളം ഉയർന്നു നിന്ന് ഭൂഗുരുത്വാകർഷണ നിയമങ്ങളെ പോലും വെല്ലുവിളിച്ച് അയാൾ ബൈസൈക്കിൾ കിക്കുകളിലൂടെ വലകിലുക്കുമ്പോൾ ലോകം ശ്വാസമടക്കി പിടിച്ചു നിന്നു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ തുടങ്ങി റയൽ മഡ്രിഡിന്റെ വെള്ളക്കുപ്പായത്തിൽ അയാൾ തീർത്ത സാമ്രാജ്യം നമ്മൾ കണ്ടതാണ്. യുവന്റസിലും അൽ നസറിലും തന്റെ 30കളിലും 40കളിലും ആ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ല. CR7 എന്നാൽ വെറും കഴിവല്ല, അത് കഠിനാധ്വാനത്തിന്റെ, അച്ചടക്കത്തിന്റെ, ഒരിക്കലും അവസാനിക്കാത്ത ആത്മവിശ്വാസത്തിന്റെ ആൾരൂപമാണ്. ലോകം മുഴുവൻ വിമർശനങ്ങൾ കൊണ്ട് മൂടുമ്പോഴും അയാൾ തന്റെ ബൂട്ടുകൾ കൊണ്ട് അതിന് മറുപടി നൽകി. 5 തവണ ലോകത്തെ മികച്ച കളിക്കാരനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം നെഞ്ചോട് ചേർത്തപ്പോഴും അയാൾ തൃപ്തനായിരുന്നില്ല. കാരണം അയാളുടെ മത്സരം മറ്റുള്ളവരോടല്ല, തന്നോട് തന്നെയാണ്. വീണു പോകുന്നിടത്തു നിന്നും എഴുന്നേൽക്കാനാണ് റൊണാൾഡോ നമ്മളെ പഠിപ്പിച്ചത്. പ്രായം വെറും ഒരു സംഖ്യ മാത്രമാണെന്ന് തെളിയിച്ച കരിയർ. തോറ്റുകൊടുക്കാൻ മനസ്സില്ലാത്ത, പ്രതിസന്ധികളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത ആ പോരാളി ഇന്നും പച്ചപ്പുൽ മൈതാനങ്ങളിൽ സിംഹത്തെ പോലെ ഗർജിക്കുകയാണ്. ആരാധകരോട്, ലക്ഷ്യങ്ങളിലേക്ക് കുതിക്കാൻ നിങ്ങൾക്കൊരു പ്രചോദനം വേണമെങ്കിൽ ആ 7-ാം നമ്പർ കുപ്പായക്കാരനിലേക്ക് നോക്കുക. എന്നിട്ട് സ്വയം പറയുക: തോൽക്കാൻ എനിക്കും മനസ്സില്ല. ഹെയിൽ ദ കിങ്, ക്രിസ്ത്യാനോ റൊണാൾഡോ.